മഹാന്മാര് പറഞ്ഞു തരുന്ന ഒരു മെഡിസിനിലേക്ക് നമുക്ക് കിടക്കാം. അതായത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കൾക്കും നമുക്കുമൊക്കെ തലയിൽ താരൻ പോവാൻ, തലയിൽ താരനുണ്ട്, അതുപോലെ തന്നെ പേനുണ്ട്, മുടി പൊട്ടിപ്പോവുകയാണ്, മുടി സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ മാറാൻ ഒരു കാര്യം ചെയ്യുക. അതായത് എന്താ ചെയ്യേണ്ടത്? നല്ല വെളിച്ചെണ്ണ എടുക്കുക. നല്ല വെളിച്ചെണ്ണ എടുത്ത് അതിൽ സൂറത്തുൽ ഫാത്തിഹ 3 പ്രാവശ്യം, അലം നശ്റഹ് സൂറത്ത് 3 പ്രാവശ്യം, അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട 2 ഇസ്മ, അത് പല രൂപത്തിലും പറയാം. ഒന്നുകിൽ അല്ലാഹുൽ ബാരിഉൽ കബീർ എന്ന് പറയാം, അല്ലെങ്കിൽ യാ ബാരിഉ യാ കബീറു. ഏറ്റവും നല്ല രൂപം യാ ബാരിഉ യാ അല്ലാ യാ കബീറു യാ അല്ലാ, അങ്ങനെ പറഞ്ഞാലും മതി. അതായിരിക്കും ഒന്നുകൂടി നല്ലത്. യാ ബാരിഉ യാ അല്ലാ യാ കബീറു യാ അല്ലാ യാ ബാരിഉ യാ അല്ലാ യാ കബീറു യാ അല്ലാ. ഈ ഒരു 2 ഇസ്മുകൾ 3 പ്രാവശ്യം വീതം പറയുക. എന്നിട്ട് 3 പ്രാവശ്യം ഇനി പറയുന്ന ദുആ, അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അത് ഇൻഷാ അല്ലാഹ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് 3 പ്രാവശ്യം, അത് സ്ക്രീൻഷോട്ട് എടുത്താലും മതി, അത് 3 പ്രാവശ്യം പറഞ്ഞ് ആ എണ്ണയിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിക്കുക. എന്താണ് ആ ദുആ? ഏതാണ്? യാ മുൻസിലശ് ശിഫാ വ മുദ്ഹിബദ്ദാ അൻസിൽ അലാ മാ ബിഹി മിൻ ദാഇൻ ശിഫാ. എന്താ അതിന്റെ അർത്ഥം? രോഗശമനം നൽകുകയും രോഗങ്ങളെ അകറ്റുകയും ചെയ്യുന്ന റബ്ബേ, എന്നെ ബാധിച്ചിരിക്കുന്ന ഈ ഒരു വിഷമം, മുടി സംബന്ധമായ എൻ്റെ ഈ ഒരു വിഷമം, അതിൽ നിന്നും നീ എനിക്ക് ശിഫാ തരണേ അല്ലാ. ഈ ദുആ 3 പ്രാവശ്യം. അപ്പൊ കേട്ടോ, സൂറത്തുൽ ഫാത്തിഹ 3 പ്രാവശ്യം, അലം നശ്റഹ് ലക സദ്റക് എന്ന് പറയുന്ന സൂറത്ത് 3 പ്രാവശ്യം, യാ ബാരിഉ യാ അല്ലാ യാ കബീറു യാ അല്ലാ എന്ന അള്ളാഹുവിന്റെ 2 ഇസ്മുകൾ, ആ ഇസ്മുകൾ എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ ഒരു ദുആ, ഏതാണ് ആ ദുആ? ഒന്നുകൂടി പറയാം. യാ മുൻസിലശ് ശിഫാ വ മുദ്ഹിബദ്ദാ അൻസിൽ അലാ മാ ബി മിൻ ദാഇൻ ശിഫാ. ഈ ഒരു ദുആയും 3 പ്രാവശ്യം. ഈ 4 കാര്യങ്ങൾ 3 പ്രാവശ്യം വീതം പറഞ്ഞ് ആ ചെറിയ എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണപാത്രത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക. എന്നിട്ട് അല്പമായി അത് തീരുന്നത് വരെ നമുക്കത് ഉപയോഗിക്കാം.